ബുക്കുകളൊക്കെ എവിടെയാണ് വെക്കുന്നത്? ബുക്കുകൾ നനഞ്ഞ ടീച്ചർ നമ്മൾ വഴക്ക് പറഞ്ഞാലും ടീച്ചർ കേൾക്കൂല. എങ്ങനെങ്കിലും നമ്മൾ സഹായിക്കുന്ന എങ്ങനെങ്കിലും ചെയ്യാം സാറേ. ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെയാണ് പാമ്പുകൾ തന്നെയാണ്. ഇന്നലെ ഒരു പാമ്പിനെ കണ്ടതേ ഉള്ളൂ. ഉറങ്ങാൻ പോലും പറ്റത്തില്ല. എങ്ങനെയെങ്കിലും നമുക്കൊരു വീട് സെറ്റാക്കി. പ്രേക്ഷകരെ, ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് നമുക്ക് രക്ഷിക്കണം. ഇവർക്ക് കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഒരിടം, വസ്ത്രം, ഭക്ഷണം തുടങ്ങിയവയെല്ലാം അത്യാവശ്യമാണ്. വളരെ വേഗം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ വളരെ വേഗം ചെയ്തു നൽകുക. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് ഒരു കുടുംബം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടുകൂടി ജീവനൊടുക്കിയത്. തുള്ളിക്കളിച്ചു പോകുന്ന ആ മോളും അച്ഛൻ്റെ മാറിൽ കിടന്നുറങ്ങിയ ആ കുഞ്ഞു മോനും കണ്ണു കാണാത്ത അമ്മയും അച്ഛനും ജീവനൊടുക്കാൻ കാരണമായത് തന്നെ കയറിക്കിടക്കാൻ ഒരു കിടപ്പാടം ഇല്ല, പട്ടിണിയാണ്. ഇതൊക്കെയായിരുന്നു. പ്രേക്ഷകരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നതും ഇതുപോലത്തെ ഒരു പ്രശ്നം തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ കണ്ടോ? കയറിക്കിടക്കാൻ നല്ലൊരു വീടില്ല. ടാർപോളിൻ വെച്ച് കെട്ടിയ ഒരു കുഞ്ഞു ഷെഡിലാണ് അച്ഛനും അമ്മയും ഈ രണ്ട് മക്കളും കഴിഞ്ഞു വരുന്നത്. ഇളയ കുട്ടിക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. ഒരു വീടിന് വേണ്ടി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. മഴക്കാലം വന്നതോടുകൂടി രാത്രിയിൽ പോലും ഉറക്കമൊഴിച്ച് നേരം വെളുപ്പിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. പുസ്തകങ്ങളടക്കം നനഞ്ഞു. ഇതൊക്കെ കാണേണ്ട അധികാരികൾ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. പ്രേക്ഷകരെ, അധികാരികളുടെ മുന്നിലേക്ക് എത്തട്ടെ. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി ഒരു കുടുംബവും ഇല്ലാതാകാതിരിക്കാൻ വേണ്ടി, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു നൽകണം. കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ വേണം, ഭക്ഷണത്തിന്, അങ്ങനെ തുടങ്ങുന്നു നിരവധി ആവശ്യങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലെയാണ് എന്ന് കരുതി നമുക്കിവരെ സഹായിക്കാം. വളരെ വേഗം സഹായങ്ങൾ എത്തട്ടെ. ഇതുപോലെ നമ്മൾ സഹായിക്കാൻ മടിച്ചു നിന്നതുകൊണ്ടാകാം ആ 4 പേര് മൂവാറ്റുപുഴയുടെ അടിത്തട്ടിൽ ശ്വാസം മുട്ടി ജീവൻ പോയത്. വളരെ വേഗം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സാറേ, നമ്മൾ 10 കൊല്ലം കൊണ്ട് വീടിന് വേണ്ടി അപേക്ഷിക്കുന്നത്. ഇതുവരെ വീട് ഒന്നും കിട്ടിയിട്ടില്ല. മലയുടെ ടാർപ്പയും വലിച്ചു കെട്ടിയാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് ഒരു വീട് ഒന്ന് സഹായിക്കണം. വേണമെങ്കിൽ ഈ വീട് കാണിച്ചു തരാം. ഇങ്ങനത്തെ അവസ്ഥയാണ് നമ്മളുടെ വീട്ടിൽ. കണ്ടോ? ഇതിന്റെ അകത്തൂടെ ചിലപ്പോ പാമ്പുകളൊക്കെ കയറി വരും. മഴ സമയത്തായത്. നമുക്ക് എങ്ങനെങ്കിലും ഒരു വീടൊന്ന് സഹായിക്കണം. കണ്ട സീറ്റൊക്കെ വെച്ച്, എന്നാലും ഇതിന്റെ അകത്ത് മഴ അവിടെ കൂടെ ഒക്കെ സ്പിസറൊക്കെ അടിച്ച് വെള്ളമൊക്കെ വീടിനകത്ത് കിടക്കാൻ പറ്റും. രാത്രിയാണെങ്കിൽ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു വന്ന് വീഴുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. പാമ്പുകളും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെങ്കിലും നമ്മളെ സഹായിച്ച് നമുക്കൊരു വീട് തരണം. ഇവിടെ എങ്ങനൊക്കെ ബുക്കുകളൊക്കെ എവിടെയാണ് വെക്കുന്നത്? ബുക്കുകൾ നനഞ്ഞ ടീച്ചർ നമ്മൾ വഴക്ക് പറഞ്ഞാലും ടീച്ചർ കേൾക്കൂല. എങ്ങനെങ്കിലും നമ്മൾ സഹായിക്കുന്ന ഒരു വീട് എങ്ങനെങ്കിലും ചെയ്യാം സാറേ. ഇതിന്റെ ഇടയിൽ കൂടിയൊക്കെയാണ് പാമ്പുകൾ തന്നെയാണ്. ഇന്നലെ ഒരു പാമ്പിനെ കണ്ടതേ ഉള്ളൂ. ഉറങ്ങാൻ പോലും പറ്റത്തില്ല. എങ്ങനെങ്കിലും നമുക്കൊരു വീട് സെറ്റാക്കി. ഇതൊക്കെ കണ്ട നമുക്കിത് കണ്ട ഇടിഞ്ഞിറങ്ങിയാണ് കിടക്കുന്നത്. എങ്ങനെങ്കിലും നമ്മളൊന്ന് സഹായിക്കണം CM സാറേ. ഇടയിൽ കൂടിയൊക്കെ എന്നും വരാറുണ്ട് പാമ്പ്.